ഗുഡ് മോർണിംഗ്. ഇന്നാണെങ്കിൽ ലേറ്റായിട്ടാണ് എണീച്ചത്. മോക്കാണെങ്കിൽ മദ്രസ പോകാൻ നേരം വൈകിയിട്ടുണ്ട്. നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അടുക്കളയിൽ ചെന്നിട്ട് ഞാൻ നല്ല ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടി വെച്ചിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പോയി ബ്രഷൊക്കെ ചെയ്ത് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടോ. ചായക്ക് വെള്ളം വെക്കുമ്പോൾ തിളക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി, പെട്ടെന്ന് തിളക്കട്ടോ. അങ്ങനെ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് മാറ്റി വെച്ചു. ഞാൻ ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഞാൻ ഉപ്പിടാതെ കേട്ടോ ആട്ടി വെക്കാറ്. നിങ്ങൾ ഉപ്പിട്ടിട്ടാണ് ആട്ടി വെക്കുന്നത് അങ്ങനെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്നലെ കുതിർത്ത് വെച്ച് വൻപയറുണ്ടായിരുന്നു മോൾക്ക് സ്കൂൾക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കുക്കറിലിട്ട് വെച്ചിട്ട് നല്ല മഴ തിമിർത്ത് പെയ്യണം. പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയുള്ള തട്ടൊക്കെയാണ് ഗ്യാസിൽ വെച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തൂക്കി കൊടുത്ത് അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. പിന്നെ നേരവും വഴുകി മദ്രസയിൽ വിടണം. അങ്ങനെ മോളെ പിടിച്ച് എണ്ണീപ്പിച്ച് അങ്ങനെ അവളെ ബ്രഷ് ചെയ്യാൻ വിട്ട ഗ്യാപ്പിൽ ഞാൻ അങ്ങനെ വൻപയർ അങ്ങനെ തൂമിച്ചിട്ടോ. ഞാൻ ഇവിടെ കൊച്ചുള്ളി വെച്ചിട്ടാണ് തൂമിക്കാറ്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ റൈസ് ഇറക്കി വെക്കാറാണ്. അങ്ങനെ മോളൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ മോനില്ല കുറുക്കൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവൻ തീരെ ഉറക്കില്ലാത്ത ഒരാളാട്ടോ. അങ്ങനെ എണീച്ച് കാറിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ കേൾച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.